So, KMAT's in the training program Swagatam. So, in the previous sections, I have told KMAT in the exam structure. Structure I have told there are 4 sections in English section, quantitative aptitude, data sufficiency and logical reasoning, and the 4th part, GK general knowledge. So, there is a rumor that GK in the exam, but notification was the pattern GK. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തവണത്തെ KMAT എക്സാം വെബ് ബേസ്ഡ് ആയിരിക്കും, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഞാൻ പ്രീവിയസ് സെക്ഷനിൽ ഇംഗ്ലീഷിന്റെ മിസ്പെല്ലിങ്ങിനെ പറ്റിയാണ് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ റേഷ്യോസ് എന്നതിനെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. റേഷ്യോ നിങ്ങൾ സ്കൂളിൽ പഠിച്ചേക്കുന്നതാണ്, പക്ഷെ ഇത് പ്രത്യേക റേഷ്യോ മാത്രമായിട്ടല്ല ചോദിക്കുക. ഇതിൻ്റെ അകത്ത് റേഷ്യോ ഉണ്ടാവും, അതേപോലെ തന്നെ പെർസെന്റേജ് ഉണ്ടാവും. അപ്പം റേഷ്യോന്റെയും പെർസെന്റേജിന്റെയും കോമ്പിനേഷൻസ് ആണ് നിങ്ങൾ സ്കൂൾ കാലഘട്ടം തൊട്ട് പഠിച്ചേക്കുന്നതാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഇതിനകത്ത് ബേസിക് ആയിട്ട് ഈ റേഷ്യോസും പെർസെന്റേജും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം യു ഹാവ് ടു തിങ്ക് വൺ തിങ്. ബേസിക് അരിത്മെറ്റിക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ബേസിക് അരിത്മെറ്റിക്സ്. ഈ ബേസിക് അരിത്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ കുഴപ്പം എന്താ, നമ്മളെല്ലാവരും ഡിഗ്രി കഴിഞ്ഞൊരു സമയമായതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ മൊബൈലിലും കാൽക്കുലേറ്ററും അങ്ങനെയുള്ള സോഫ്റ്റ് ഡിവൈസുകളിൽ ഇതൊക്കെ ചെയ്ത് പഠിച്ചേക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് കുറച്ച് ബേസിക് അരിത്മെറ്റിക്സ് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത് മൂന്നും നിങ്ങൾ പെൻ ആൻഡ് പെൻസിൽ അല്ലെങ്കിൽ ബുക്കിലും പേപ്പറിലും നിങ്ങൾ ചെയ്ത് പഠിച്ചേ പറ്റൂ. ഈ സ്കില്ല് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. 4 നമ്പർ ഒന്ന് ആഡ് ചെയ്യാനും ഒരു നമ്പറിന് ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്പിൾ സ്കില്ല് നമ്മുടെ പോയി. ഇതിന് വേറെ ഷോർട്ട് കട്ട് ടെക്നിക്സ് ഒന്നുമില്ല. പ്രാക്ടീസ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് കട്ട് ടെക്നിക്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഒരിക്കലും ഒരു കോംപ്ലിക്കേറ്റഡ് ആൻസേഴ്സ് വരുന്ന അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഈ എക്സാംസിനൊന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാവുന്ന, അതേസമയം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതിന് എളുപ്പത്തിൽ തെറ്റാവുന്ന നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് തരാം. അപ്പൊ ഡെസിമൽസ് ഉണ്ടാവും, ഫ്രാക്ഷൻസ് ഉണ്ടാവും, ഡെസിമൽസ് ഉണ്ടാവും, ഫ്രാക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതിനെയൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനും അതേപോലെ ഡിവിഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് മസ്റ്റ് ആണ്. ഇത് ചെയ്യാതെ നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏത് പ്രോബ്ലത്തിലേക്ക് പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ട്. കാരണം സോഫ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള എക്സാംസിന് അവര് നമ്മളെ യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. സോ പ്ലീസ്, ബിഫോർ വി ബിഗിൻ വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പ്ലീസ് പ്രാക്ടീസ് യുവർ ബേസിക് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതിനിപ്പോ എങ്ങനെ ചോദിക്കും, നമുക്ക് എല്ലാവർക്കും പ്രത്യേകം ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ, ഡിഗ്രി പാസ്സായ കുട്ടി എങ്ങനെ പൊടിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ചോദിക്കും. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ചോദിച്ചു ആരും നിങ്ങൾക്ക് അനിയനോ അനിയത്തിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചതിന് കൃത്യമായിട്ട് അത് പറഞ്ഞു. പക്ഷെ ബേസിക്കലി നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. നമുക്കൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പൊ ഞാനിപ്പോ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റേഷ്യോനെ പറ്റിയിട്ടാണ്. അതായത് ആദ്യം ബേസിക് റേഷ്യോസിനെ പറ്റിയിട്ട് ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് പെർസെന്റേജിനെ പറ്റി പറയും. കഴിഞ്ഞ ജൂൺ 29 KMATന് വന്ന 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ബാക്കി നിങ്ങൾ വെബ് ബേസിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കാം. റേഷ്യോ ഈസ് എ കമ്പാരിസൺ ഓഫ് സൈസസ്. സോ വാട്ട് ഈസ് റേഷ്യോ? ഈസ് എ കമ്പാരിസൺ ഓഫ് സൈസസ്. എന്തിന്റെ സൈസാണ്? ഇറ്റ് ഈസ് ദ കമ്പാരിസൺ ഓഫ് സൈസസ് ഓഫ് 2 or more quantities. Comparison of sizes of 2 or more quantities. So it is a comparison of sizes of 2 or more quantities. എന്ന് പറഞ്ഞാൽ 2 എണ്ണം അല്ല, ബേസിക്കലി 2 എണ്ണം വേണം കമ്പയർ ചെയ്യണമെങ്കിൽ. അതിൽ കൂടുതൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ആവും. പക്ഷെ ഇതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രോബ്ലം തെറ്റാൻ കാരണം these quantities of either should be of same kind or same unit. So quantities of same kind or unit. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
കാരണം ഇപ്പൊ നോക്കിയാൽ സെയിം കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ രണ്ടെണ്ണം തരുമ്പോൾ ഒരു സൈഡിൽ ചിലപ്പോൾ മിനിറ്റ് ആയിരിക്കും തരാം, ഒരു സൈഡിൽ സെക്കൻഡ് ആയിരിക്കും തരാം. ഇത് വെച്ച് നമ്മൾ റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. ഒരു സൈഡിൽ ഗ്രാം ആയിരിക്കും തരാം, ഒരു സൈഡിൽ കിലോഗ്രാം ആയിരിക്കും തരാം, ഒരു സൈഡിൽ ടൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡിൽ കിലോഗ്രാം ആയിരിക്കും, ഒരു സൈഡിൽ മെട്രിക് ടൺ ആയിരിക്കും. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. സോറി. സോ ഞാൻ എക്സാമ്പിൾ എടുക്കാം. റേഷ്യോസിൽ ഇപ്പം എ ബി ഇതൊരു റേഷ്യോ. ഇതിനകത്ത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ടേം. എ ഈസ് കോൾഡ് ആസ് ദ ഫസ്റ്റ് ടേം, ബി ഈസ് കോൾഡ് ആസ് ദ സെക്കൻഡ് ടേം. എന് നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പഠിക്കും, ബിന് നമ്മൾ സെക്കൻഡ് ടേം എന്ന് പഠിക്കും. ഇതേപോലെ ഇതിന് ചിലപ്പോൾ ഇതിന് ആന്റിസീഡന്റ് പ്രീസീഡന്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറയും. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കും. എനെ ഫസ്റ്റ് ടേം എന്ന് പറയും, ബിന് സെക്കൻഡ് ടേം എന്ന് പറയും. ഇനി ഇതിനകത്ത് കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്, സം ബേസിക് സെറ്റ് ഓഫ് തിങ്സ്. ഈ ബേസിക് റിമാർക്സ് നമ്മൾ എപ്പോഴും റേഷ്യോസിനെ പറ്റി മനസ്സിലാക്കണം. ഞാൻ സാധാരണ ഈ റേഷ്യോസിന്റെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ റെഫർ ചെയ്യുന്നത് സിഎയുടെ കോച്ചിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, സിഎയുടെ എൻട്രൻസ് പ്രോഗ്രാമിന് വേണ്ടി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഒത്തിരി ഇന്റർനെറ്റിൽ ഇപ്പോൾ എല്ലാം റേഷ്യോസിനെ പറ്റി കുറെ പ്രോബ്ലംസും അതേപോലെ തന്നെ എങ്ങനെ ചെയ്യാവുന്ന എല്ലാ മെത്തേഡ്സും ഉണ്ട്. ബേസിക് അവയർനെസ് മാത്രം ഞാൻ തരുന്നു. സോ ഫസ്റ്റ് ലെറ്റ്സ് സീ what are the important remarks about ratios. So ratio important remarks. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ച വളരെ എളുപ്പമാണ് ഈ റേഷ്യോസ് നമുക്ക് ചെയ്യാനായിട്ട്. ഈ ഇമ്പോർട്ടന്റ് റിമാർക്സ് ഒന്ന്, ഒരു റേഷ്യോയിലെ ബോത്ത് ടേംസ് ഓഫ് റേഷ്യോ. സോ ഒരു റേഷ്യോയിലുള്ള എല്ലാ ടേംസിനും ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ്, can be multiplied or divided, can be multiplied or divided by the same number, by the same number. അപ്പൊ ഒരു റേഷ്യോയിൽ ഇപ്പൊ A is to B, ഈ ഒരു റേഷ്യോയില് ഇതിന് രണ്ടിനെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ക്യാൻ മൾട്ടിപ്ലൈ എ വിത്ത് 3, വി ക്യാൻ മൾട്ടിപ്ലൈ ബി വിത്ത് 3. അതേസമയം നിങ്ങൾ എനെ 2 കൊണ്ടും ബിനെ 4 കൊണ്ടും മൾട്ടിപ്ലൈ നമുക്ക് ചെയ്യാനും പറ്റില്ല. സോ അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഈ സെയിം നമ്പർ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് നോൺ സീറോ നമ്പർ ആയിരിക്കും. ഷുഡ് ബി എ നോൺ സീറോ നമ്പർ. സോ സീറോ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് ഫസ്റ്റ് പാർട്ട്. സോ ഒരു റേഷ്യോയിലുള്ള എലമെന്റ്സിന്റെ രണ്ട് സൈഡിന് നമുക്ക് സെയിം നമ്പർ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇനി ഇതിലും കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു പാർട്ടാണ് ദ ഓർഡർ ഓഫ് ദ ടേംസ് ഇൻ ദ റേഷ്യോ ഇസ് ഇമ്പോർട്ടന്റ്. ദ ഓർഡർ ഓഫ് ദ ടേംസ് ഇൻ ദ റേഷ്യോ, ഓർഡർ ഓഫ് ദ ടേംസ് ഇൻ ദ റേഷ്യോ ഈസ് ഇമ്പോർട്ടന്റ്. ഇത് വളരെ പ്രസക്തമാണ്, വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് 3:4 ഒരിക്കലും 4:3 ഈക്വലന്റ് ആയിരിക്കില്ല. പ്ലീസ്. സോ അത് എപ്പോഴും ശ്രദ്ധിക്കണം. 3:4 അല്ലെങ്കിൽ A:B ഈസ് നോട്ട് ഈക്വലന്റ് ടു B:A. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെയാണ് ഞാൻ പറഞ്ഞ കാര്യം, റേഷ്യോസ് എക്സിസ്റ്റ് only between quantities of same kind. So ratios exist between quantities of same kind. എപ്പോഴും നമ്മൾ ടാക്കിൾ ചെയ്യുന്ന ഈ സെയിം കാര്യം ഞാൻ ഫസ്റ്റ് ലാബിൽ തുടങ്ങിയപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. So the first part, sorry, both terms of the ratio can be multiplied or divided by the same number, but should be non-zero number. The order of the terms in the ratio is important. That is, A is to B എന്ന് പറയുന്നത് ഒരിക്കലും B is to A ക്ക് സെയിം ആയിരിക്കില്ല. The third part, ഇതിന് തന്നിരിക്കുന്ന എലമെന്റ്സ് എല്ലാം സെയിം ക്വാണ്ടിറ്റിയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഈ സെയിം ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. കാരണം മിക്ക പ്രോബ്ലംസും ഇങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. നോക്കിയാൽ നമ്മൾ ഇപ്പോ റേഷ്യോ ബിറ്റ്വീൻ 150 gram, the ratio between 150 gram and 2 kg.
നമ്മൾ അറിയാതെ 150:2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് തെറ്റി. ഒന്നല്ലെങ്കിൽ 150 കിലോഗ്രാമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കിലോഗ്രാമിനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റണം. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം എന്താ, 150 ഇത് ഗ്രാമിലാണ്, 150 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. സോ 2 multiplied by 1000, അപ്പൊ ഇത് 2000. നോക്കി, അപ്പൊ ഇതും ഗ്രാമിലായി, ഇതും ഗ്രാമിലായി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതേപോലെ നമ്മളെ പറ്റിക്കുന്ന ഒരു സംഭവമാണ് മിനിറ്റും ഹവറും കൂടിയിട്ടുള്ള ഒരു സംഭവം. മിനിറ്റും ഹവറും കൂടിയിട്ടുള്ള കാര്യം, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 25 minutes, 25 മിനിറ്റ്സും അതേപോലെ തന്നെ 4 സെക്കൻഡ്സും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മിനിറ്റും ഹവർ ആവാം, അല്ലെങ്കിൽ മിനിറ്റും സെക്കൻഡ് ആവാം, ഹവറും സെക്കൻഡ് ഒക്കെ ആവും. അപ്പൊ 25 മിനിറ്റും അതേപോലെ 4 സെക്കൻഡും. അപ്പൊ നമുക്ക് എളുപ്പം എന്താ, മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതേപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് തന്നെ നമുക്ക്. അപ്പൊ നമുക്ക് അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. 25 നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 25 × 60 ചെയ്യാം. അപ്പൊ ഇതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ റേഷ്യോസിനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ റേഷ്യോസിൽ അല്ലെങ്കിൽ റേഷ്യോയിൽ ആദ്യം വരുന്ന ഒരു പ്രധാനപ്പെട്ട 2 റേഷ്യോ തമ്മിൽ കമ്പാരിസൺ. സോ റേഷ്യോയുടെ ഒരു മെയിൻ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് റേഷ്യോ കമ്പാരിസൺ. മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും അങ്ങനെ റേഷ്യോന്റെ കമ്പാരിസൺസ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും നമുക്ക് അതിന്റെ ഉള്ള ഗ്യാപ്പ് നമുക്ക് കളയണ്ട, അത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്തു. സാധാരണ ചോദിക്കുന്നത് ഫൈൻഡ് വിച്ച് റേഷ്യോ ഇസ് ഗ്രേറ്റർ. ഫൈൻഡ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സാമ്പിൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് വിച്ച് റേഷ്യോ ഈസ് ഗ്രേറ്റർ. ഫൈൻഡ് വിച്ച് റേഷ്യോ ഈസ് ഗ്രേറ്റർ. ഏത് റേഷ്യോ ആണ് ഗ്രേറ്റർ, ഏത് റേഷ്യോ ആണ് ഗ്രേറ്റർ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇപ്പം അത് തരുമ്പോൾ നിങ്ങൾ ഒരു സിമ്പിൾ റേഷ്യോ നമുക്ക് തരില്ല. എപ്പോഴും നമ്മളെ ഒന്നും സ്ട്രഗിൾ ചെയ്യിക്കാവുന്ന ഒരു റേഷ്യോ നോക്കിയേ. ഒരു റേഷ്യോ നമുക്ക് വരുന്നത് 2 and 1/3 കണ്ടോ. 2 and 1/3 ഈസ് ടു 3 and 1/3. ഇതാണ് ഒരു റേഷ്യോ. ഇനി രണ്ടാമത്തെ റേഷ്യോ നമുക്ക് തരുന്നത് വേറെ ഒന്നാണ് 3.6. 3.6 is to 4.8. അപ്പൊ ഇതിനകത്ത് ഏത് റേഷ്യോ ആണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷന്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. സോ നമുക്ക് സൊല്യൂഷൻ ചെയ്ത് നോക്കാം. ഇതിന്റെ സ്റ്റെപ്പ് 1 ഇത് നോക്കി, ഇതൊരു കോംപ്ലക്സ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പം 2 and 1/3 നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഈ ഒരു റേഷ്യോനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. 2 1/3 3 1/3 എന്ന് പറഞ്ഞ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. സിമ്പിൾ മെത്തേഡാണ്, നിങ്ങൾക്ക് അറിയാം. ഇനി അറിയില്ല നിങ്ങൾ നോക്കിക്കോ. ഈ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 + 1 / 3. അപ്പൊ അതേപോലെ അടുത്തത് എന്താ പറയാ, നമ്മൾ 3 × 3 + 1 / 3. അപ്പൊ ഈ റേഷ്യോ എന്തായിട്ട് മാറി, ഇത് ശരിക്കും 6 + 1 1/3 is to 3 + 3 6 3 × 3 9 + 1 10 9 + 1 / 3. അപ്പൊ ഈ റേഷ്യോനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 7/3 is to 10/3 എന്ന് പറയും. നോക്കിയേ, അപ്പം ഈ റേഷ്യോനെ ഞാൻ കൺവേർട്ട് ചെയ്തു 7/3 10/3 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആക്കി നമ്മൾ മാറ്റി. ഞാൻ ബോർഡിൽ സ്പേസ് കുറവായിരുന്നു, ഞാൻ അതിനെ ഒന്നുകൂടി മുകളിലേക്ക് കയറ്റി എഴുതാണ്. സോ നമ്മളിപ്പോ ചെയ്തത് എന്താ, ഈ റേഷ്യോന് നമ്മൾ സ്റ്റെപ്പ് 1 നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ ഈ റേഷ്യോ എന്തായി, 7/3 is to 10/3 എന്നായി. നോക്കി, ഇപ്പൊ ഈ റേഷ്യോയില് നമുക്ക് കുറച്ചും സിമ്പിൾ ആയിട്ട് എഴുതാം. അതായത് ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ 3 ആണല്ലോ. അപ്പൊ 7/3. അപ്പൊ ഈ റേഷ്യോ നമുക്ക് ഇൻഫാക്ട് ഈ റേഷ്യോ നമുക്ക് സുഖമായിട്ട് എന്തെന്ന് എഴുതാം, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 7/10. നേരത്തെ ഒരു കാര്യം ഒന്നുകൂടി പറയാണ്. ഇപ്പൊ A:B എന്ന് പറയുന്ന ഒരു റേഷ്യോ A/B എന്ന് നമുക്ക് എഴുതാം. ഒരിക്കലും ഒന്ന് ഡിവൈഡ് ചെയ്ത് A:B എന്ന് പറഞ്ഞ് A/B എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന റേഷ്യോസിന്റെ സെയിം ആണ്. അപ്പൊ ഇവിടെ രണ്ടും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇതിനെ നമുക്ക് 7/10 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്തത് നോക്ക്, 3.6 ഉം 4.8 ആണ്.
അപ്പം ഈ ഒരു ലെവലിൽ നമുക്ക് കമ്പാരിസൺ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ പറ്റുന്ന ഒരു നമ്പറിലേക്ക് ഇതിനെ മാറ്റാം. നമ്മളൊരു സെക്കൻഡ് റിമാർക്കിൽ ഞാൻ പറഞ്ഞു, ഏത് റേഷ്യോസിന്റെ ടേമിനെ സെയിം നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയോ സെയിം നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ 3.6ഉം 4.8ഉം എന്ന് പറഞ്ഞ സംഭവത്തിന് ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഈ റേഷ്യോനെ രണ്ട് ടൈംസിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി 36:48. 36ഉം 48. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഒരു സൈഡിൽ നമുക്ക് 7, 10ഉം ഒരു സൈഡിൽ 36ഉം 48 ആണ്. എങ്ങനെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ അകത്തൊരു പ്രത്യേകത എന്താ, നമുക്ക് എളുപ്പത്തിൽ ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം. സോറി, എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ഈ റേഷ്യോസിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ റേഷ്യോസിനെ എപ്പോഴും ഏറ്റവും ചെറിയ നമ്പേഴ്സിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഈ 36നെയും 48നെയും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കുറച്ചും സിമ്പിൾ ആയിട്ട് വരും. രണ്ടിലെയും കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാ, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 36നെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 48നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ ലേബിള് 9 × 4 36. അപ്പൊ 36നെ ഡിവൈഡ് ബൈ 4 നമുക്ക് കിട്ടും. എത്ര കിട്ടുക, 9 എന്ന് നമുക്ക് കിട്ടും. 48നെ ഡിവൈഡ് ബൈ 4, 48നെ ഡിവൈഡ് ബൈ 4 എന്ത് കിട്ടാം, ഒന്ന് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 × 4 0 8 എഴുതി 12. സോ നമുക്ക് 14 ചെയ്താൽ 12 കിട്ടി. അപ്പൊ ഈ റേഷ്യോനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് എന്തായി, സോറി 9:12 എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ട്. പക്ഷെ ഇവിടെയും കഴിയുന്നില്ല. 9ലും 12ലും പിന്നെയും കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ എന്താ, ഈ രണ്ടിനും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ ഈ റേഷ്യോ ഒന്നുകൂടി സിമ്പിൾ ആയി എന്തായി 3:4 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി. അപ്പൊ നോക്കിയേ, നമ്മളിപ്പോ കണ്ട ഈ 2 and 1/3, 3 and 1/3 ഈ ഒരു റേഷ്യോനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഈ 3.6 to 4.8 എന്ന് പറയുന്ന റേഷ്യോനെ നമ്മളിപ്പോ ഏറ്റവും സിമ്പിൾ ആയ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നു, 3:4. ഇത് ഈ ഇത്ര പാടുപെടേണ്ട, അത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് നിങ്ങൾക്ക് നേരിട്ട് കണ്ടുപിടിക്കും. കാരണം ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് 36 3.6നെ 12 കൊണ്ട് 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 വരും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോ കുറച്ചും കൂടി എന്താ പറയുക, ഒരു ബിഗിനേഴ്സിന് റേഷ്യോ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. സിമ്പിൾ ആയിട്ട് ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്ക് തന്നെ കോമൺ ഡിവൈഡ് ചെയ്ത് 3:4ലേക്ക് എത്ര സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട, വളരെ എളുപ്പത്തിലേക്ക് നമുക്ക് 3:4 എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലേക്ക് എത്താം. അതല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്താ 3/4 എന്ന് നമുക്ക് എഴുതാം. സോ അപ്പൊ നമുക്ക് കിട്ടിയ ഈ റേഷ്യോസിനെ നമ്മൾ രണ്ട് ഫോമിലേക്ക് ആക്കി മാറ്റി, 7/10 ആൻഡ് 3/4. ഇവിടെ നോക്കിയേ, ഇപ്പോഴും നമുക്കൊരു കമ്പാരിസൺ നമുക്ക് കറക്റ്റ് ആയിട്ട് വരില്ല. കാരണം എന്താ, ഒരെണ്ണം 7/10 ഒന്ന് 3/4. പക്ഷെ ബേസിക് ഡിനോമിനേറ്റേഴ്സ് എങ്കിലും അടിയിലത്തെ ഭാഗമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഒരേ നമ്പറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇതിനെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ നമുക്ക് കിട്ടിയ റേഷ്യോ ഇപ്പൊ 7/10 3/4. നോക്കി, ഈ 10ലും 4ലും നമ്മൾ LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ LCM നമുക്ക് എത്ര കിട്ടും, 20 എന്ന് കിട്ടും. ഇനി LCM കണ്ടുപിടിക്കാൻ അറിയാത്തവർക്ക് അതിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞു, 10ഉം 4ഉം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 5 ടൈംസ്, ഇത് 2 ടൈംസ്, പിന്നെ ഇനി 5 കൊണ്ട് ചെയ്യുമ്പോൾ ഇത് 1 ടൈംസ് 2 അങ്ങനെ നിൽക്കും 2. അപ്പൊ നിങ്ങൾ നോക്കി മൾട്ടിപ്ലൈ ചെയ്യാം, 2 × 5 × 2 എന്ന് പറയുമ്പോൾ 2 × 5 10, 10 × 2 20. അപ്പൊ ഇതിന്റെ ഒരു LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ റേഷ്യോസിന്റെ അടിയത്തെ ടേംസ് എല്ലാം സെയിം ആക്കാൻ പോകും. അപ്പൊ ഇത് 20 ആവണമെങ്കിൽ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 ആവുമ്പോൾ ഇത് 5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ രണ്ട് റേഷ്യോസിന് ഈ റേഷ്യോസിൽ ഇതിന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. കാരണം ഇതിന്റെ നമുക്ക് കമ്പാരിസൺ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 2 ഡിവൈഡ് ബൈ 10 × 2. ഇത് നമുക്ക് 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ, 20 ആണ് LCM കിട്ടിയിരിക്കുന്നത്. അപ്പൊ 3 × 5 ഡിവൈഡ് ബൈ 4 × 5. അപ്പൊ നമുക്ക് എളുപ്പത്തിലായി രണ്ടിന്റെ ഡിനോമിനേറ്റർ അടിഭാഗം സെയിം ആയി. അപ്പൊ 14/20 15/20. ഇനിയിപ്പോ എളുപ്പമാണല്ലേ, എളുപ്പമാണ്.
14 ആണോ വലുത് 15 ആണോ വലുത്? അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം 14 ചെറുതാണ്, 15 വലുതാണ്. അപ്പൊ ഇതിനകത്ത് വലിയ റേഷ്യോ ഏതായിരിക്കും? 3.6 ഈസ് ഗ്രേറ്റർ ദാൻ 2/1/3 and 3/1/3. ഇതാണ് ഒരു സിമ്പിൾ മെത്തേഡ്. ഇനി ഇതിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം ഞാനിപ്പോ എല്ലാ സ്റ്റേജസും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എല്ലാ സ്റ്റേജും പറഞ്ഞു തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്റ്റേജസും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ എളുപ്പത്തിൽ കുറെ സ്റ്റേജസ് നിങ്ങൾക്ക് അതിനകത്ത് കട്ട് ഷോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ ഒരു കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ തന്നിരിക്കുന്ന റേഷ്യോസിനെ ഒരു കമ്പയർ ചെയ്യാവുന്ന മോഡലിലേക്ക് നിങ്ങൾ ആക്കി മാറ്റാം. അങ്ങനെ ആക്കി മാറ്റി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ ഒരു തവണ കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോ ഈ ഒരു ചെറിയൊരു പ്രോബ്ലം ആണ് ഇത്തരം സ്റ്റെപ്പിൽ കൂടെ പറയാൻ കാരണം, ഈവൻ LCM വരെ കണ്ടുപിടിക്കുന്നത് പറയാൻ കാരണം ഇതൊക്കെ കുറെ നാളുകൾ നമ്മൾ മറന്നു കിടക്കുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് എല്ലാ സ്റ്റേജും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഇതാണ് കമ്പാരിസൺ എന്ന് പറയുന്ന റേഷ്യോസിന്റെ ഒരു സെറ്റ് പ്രോബ്ലംസ്. ഇനി ഈ റേഷ്യോസ് വെച്ച് കഴിഞ്ഞ് മാത്രം നമുക്ക് പ്രോബ്ലംസ് വരില്ല. കാരണം റേഷ്യോയും ഉണ്ടാവും, അതേപോലെ തന്നെ അതിന്റെ കൂടെ പെർസെന്റേജോ പ്രോഫിറ്റോ ലോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം റേഷ്യോസ് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ പെർസെന്റേജും ഒരു ഭാഗമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം 100 എന്ന് പറയുന്നതിന്റെ 2%. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ ടു കാൽക്കുലേറ്റ് ദ 2% 100? സോ 100 into 2 divided by 100. അപ്പം 100ന്റെ 2% എന്താ? 2 ആണ്. ഇനി അതേപോലെ നിങ്ങൾ നോക്കി ഇതിന്റെ ആൻസർ എന്താ? 2 ആണ്. ഇനി 50യുടെ 2%, 50യുടെ 2% സിമ്പിൾ ആണല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ? 50 into 2 divided by 100. അപ്പൊ നമ്മൾ നോക്കിയ ഡിവിഷൻ നമ്മൾ സിമ്പിൾ മെത്തേഡ്സ് ഉപയോഗിക്കും. അതായത് 100 50യിൽ എന്താവും? 2 ടൈംസ് പോകും. സോ 2 divided by 2, ഇത് ആൻസർ എന്താ? 1. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. ഒന്ന് ഒരു നമ്പർ തന്നിട്ട് അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ വേറൊരു കാര്യം നമുക്ക് വരുന്നത്, ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എക്സാം നടന്നു. ആ എക്സാമിൽ 100ലാണ് എക്സാം. ആ കുട്ടിക്ക് 75 മാർക്സ് കിട്ടി. എത്ര പെർസെന്റേജ് കണ്ടുപിടിക്കാം? എളുപ്പമാണല്ലേ? നമുക്കറിയാം 100 ആയതുകൊണ്ട് 75% നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ പെർസെന്റേജ് നമുക്ക് തരും, അല്ലെങ്കിൽ ഒരു നമ്പർ തന്നിട്ട് അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കും. ഇങ്ങനെ വൈസ് വേഴ്സ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും അധികം പെർസെന്റേജിന്റെ കേസിൽ നമുക്ക് ചോദിക്കാനായിട്ട് കിട്ടും. സോ ഇനി ഞാൻ ഒരു പെർസെന്റേജിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഞാൻ എഴുതാം. ഒരു ചോയ്സ് ഒന്നും പറയുന്നില്ല, ഒരു സിമ്പിൾ പ്രോബ്ലം പെർസെന്റേജിന്റെ ഞാൻ എഴുതാൻ പോകണം. A and B invest in a business. സോ ക്വസ്റ്റ്യൻ ഇതാണ്: A and B invest in a business. A and B invest in a business in the ratio 3:2. So A and B invest in the business in the ratio 3:2. If 5% of the total profit, if 5% of the total profit, if 5% of the total profit goes to a charity, goes to a charity, A's share is rupees 855. Then find the total profit. Then the total profit. ഞാൻ ചോയ്സ് ഒന്നും എഴുതുന്നില്ല. ഇത് 2019 KMAT-ലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. KMAT ജൂണിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ പെർസെന്റേജ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് ചെയ്യാൻ അറിയാം. റേഷ്യോനെ പറ്റി അത്യാവശ്യം തിരക്കേടില്ലാതെ എനിക്കറിയാം. അന്ന് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. ഇതാണ് നിങ്ങൾ ആദ്യം മേക്ക് ചെയ്യേണ്ട റിമാർക്ക്. അപ്പം നമുക്ക് A and B ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു ബിസിനസ്സിൽ 3:2 എന്നാണ് അതിന്റെ ഒരു പെർസെന്റേജ്, അല്ലെങ്കിൽ അവരുടെ റേഷ്യോ ആണ്. അതിൽ 5% പ്രോഫിറ്റിന്റെ 5% ചാരിറ്റിക്ക് പോയി,
അത് കഴിഞ്ഞിട്ട് അത് റേഷ്യോ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, കാരണം ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന റേഷ്യോ തന്നെയായിരിക്കും പ്രോഫിറ്റും ഡിവൈഡ് ചെയ്യുന്നത്. എക്ക് 855 rupees കിട്ടി. അങ്ങനെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ ബോർഡിൽ ഞാൻ മാറ്റും, കാരണം എനിക്ക് സ്പേസ് ഇല്ല. ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആക്കി മനസ്സിലാക്കുക. ഞാൻ ഈ ക്വസ്റ്റിന്റെ ക്ലിപ്പിംഗ് ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാം. ക്വസ്റ്റിന്റെ ക്ലിപ്പിംഗ് ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാം. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി. ആൻഡ് ബി ഇൻവെസ്റ്റ് ഇൻ എ ബിസിനസ് ഇൻ ദ റേഷ്യോ 3:2 if 5% of the total profit goes to charity. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 5% നമ്മൾ കുറയ്ക്കണം. A share is 855. Then what is the total profit? ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ബോർഡിന് വൈപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഈ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ലെറ്റ് പി ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്. ഇത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ആൻസർ ചെയ്യുന്ന രീതിയിലല്ല ഞാനിപ്പോ ചെയ്യുന്നത്. കാരണം ഇങ്ങനെയൊന്നും ഇതിപ്പോ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതുന്ന പ്രോബ്ലം. പക്ഷെ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 4-5 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊന്നും എഴുതാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ ആക്ച്വൽ ഒരു മാത്തമെറ്റിക്കൽ സൊല്യൂഷൻ ആണ്, എന്റെ രീതിയിലുള്ള മാത്തമെറ്റിക്കൽ സൊല്യൂഷൻ ആണ് ഞാനിവിടെ പറയാൻ പോകും. നോക്കി, ഇതിനകത്ത് പി ആണ് ടോട്ടൽ പ്രോഫിറ്റ്. പക്ഷെ ഈ ടോട്ടൽ പ്രോഫിറ്റില് അതിന്റെ 5% നമ്മൾ ചാരിറ്റിക്ക് പോയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ ഷെയർ ഈ 2 പാർട്ട്നേഴ്സിന് എക്കും ബിക്കും ഷെയർ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും അതിൽ പിയുടെ 5% ടോട്ടൽ പ്രോഫിറ്റിന്റെ 5% ഡിഡക്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ 5% ചാരിറ്റിക്ക് പോയെന്ന് പറയുന്നത് എന്താ, ശരിക്കും ഡിവൈഡ് ചെയ്യുന്നത് പി മൈനസ് പി ഇൻറ്റു 5/100. ഇതാണ്, this is the actual amount that is being shared. So this is the actual amount shared. ഈ ആക്ച്വൽ പ്രോഫിറ്റ് ഷെയർ ചെയ്തേക്കുന്നത് ടോട്ടൽ പ്രോഫിറ്റിന്റെ 5% ഇത് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് ആക്ച്വൽ പ്രോഫിറ്റ് ഷെയർ ചെയ്തേക്കുന്നത്. ഇതിന് നമ്മൾ 3:2 എന്ന് പറഞ്ഞ ഈ എമൗണ്ടിന് 3:2 എന്ന് പറയുന്ന റേഷ്യോയില് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്ക് 855 കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ബിയുടെ എമൗണ്ട് കണ്ടുപിടിക്കാം. അങ്ങനെ ബിയുടെ എമൗണ്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ തന്നെ ഈ ഇക്വേഷൻ നമുക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഉപയോഗിക്കട്ടെ. ഞാൻ എന്റെ ഒരു സിമ്പിൾ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് ഞാനൊന്ന് റിസോൾവ് ചെയ്യാണ്. ഇതിനകത്ത് പിന് ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഒറ്റ ഭാഗത്ത് നിന്ന് പിന്ന് കോമൺ ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാൻ എന്റേതായ മെത്തേഡിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡ് ഉപയോഗിക്കാം. പിന് ഞാൻ സിമ്പിൾ ആയിട്ട് പുറത്തേക്കാൻ ദിസ് ഈസ് 1 മൈനസ് 5/100. 1 മൈനസ്, കാരണം എന്താ, ഈ ടൈമിന് പിനെ എടുത്തു, ഈ ടൈമിന് പിനെ എടുത്തു. അപ്പൊ ഞാൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യാണ്. ഇതാണ് ആക്ച്വൽ ഷെയർ ചെയ്യുന്ന എമൗണ്ട്. ഇതിനൊരു പെർസെന്റേജ് ആണല്ലോ നമ്മുടെ എക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിനെ ഒന്നുകൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ പി ഈ 1 മൈനസ് 5/100 എന്ന് പറഞ്ഞ 5/100 എന്താ, 5/100 നിന്ന് ആക്ച്വലി 1/20 ആണ്. കാരണം എന്താ, ഈ 5 20 ടൈംസ് 100 പോകും. അപ്പൊ ഇതിനെ ഒന്നുകൂടി നമുക്ക് എഴുതാൻ പറ്റും പി ഇൻറ്റു 20 മൈനസ് 1. സോ ദാറ്റ്സ് പി ഇൻറ്റു 19/20. അപ്പം പി ഇൻറ്റു 19/20 ആണ് ആക്ച്വൽ പ്രോഫിറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. കൺഫ്യൂഷൻ വേണ്ട. അതായത് 5% ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ 19/20 ആണ് നമ്മൾ പ്രോഫിറ്റിന്റെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത്രയും വൈപ്പ് ചെയ്യണേ. അപ്പം പിയുടെ പി ഇൻറ്റു 19/20 നമ്മൾ ഏത് റേഷ്യോയിലാണ് നമ്മൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 3:2 എന്ന് പറഞ്ഞാൽ എയുടെ 3യും
ബിയുടെ 2 ആണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 ആണ് അല്ലെ. ഇതിന് 3 പാർട്ട് എയുടെ 2 പാർട്ട് ബി ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 5 ആണ്. അപ്പം ഇതിനകത്ത് പി ഇൻറ്റു 19/20 കിട്ടിയ ആ പ്രോഫിറ്റിനെ 3 പാർട്ട് എക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എക്ക് കിട്ടിയ എമൗണ്ട് എത്രയാ? 855 ആണ്. സോ ഇതിന്റെ 3 പാർട്സ് എക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എക്ക് കിട്ടിയ എമൗണ്ട് 855 ആണ്. അപ്പൊ നമുക്ക് ഇതിന്ന് സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇതിന്ന് ഒരു സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ജനറേറ്റ് ചെയ്ത ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ പ്രോഫിറ്റ് പി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. ഇത് നിങ്ങളിപ്പോ ഞാനിപ്പോ ഇതിന് തന്നെ ഒരു കുറച്ച് കൂടുതൽ സമയം പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഈസി സൊല്യൂഷൻ അല്ല ഞാൻ പറയാം. കാരണം ഇതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ മെത്തേഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, നിങ്ങൾ നോക്കിയേ, അതായത് നമുക്കറിയാം, അതായത് ഈ പി എന്ന് പറയുന്നതിന്റെ 19/20 അതിന്റെ 3 പാർട്സ് ആണ് 855 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വേഷൻ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അതായത് എക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് പി ഇൻറ്റു 19/20 അതിന്റെ എന്താ 3/5 പാർട്സ് ആണ് ആക്ച്വലി ഇതിന്റെ ഈ ക്വാണ്ടിറ്റിയുടെ 3/5 ആണ് 855 എന്ന് പറയുന്നത്. ഇത് ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു. ഇനി ഇതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻ നിങ്ങളുടെ മെത്തേഡ്സിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ റിസോൾവ് പി കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കുന്നത് പി ഇൻറ്റു 19/20 ഇൻറ്റു 3/5 ഈസ് ഈക്വൽ ടു 855. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതിനെ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ 20 × 5 എത്രയാ? 100 ആണെന്നറിയാം. അപ്പൊ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എനിക്ക് എഴുതാം. പി ഇൻറ്റു 19 × 3 ഡിവൈഡ് ബൈ 20 × 5 അതായത് 100 ആണ് ഈസ് ഈക്വൽ ടു 855. ഇങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്ത് നമുക്ക് വന്നു കഴിയുമ്പോൾ പി എന്ന് പറയുന്ന പി ഇസ് ആക്ച്വലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 855 × 100 ഡിവൈഡ് ബൈ ഈ 19 × 3 താഴേക്ക് വരും. 19 × 3 നമ്മൾ താഴേക്ക് വരും. അങ്ങനെ നമ്മൾ ഇതിനെ റിസോൾവ് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് 1500 കിട്ടും. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക്. ഇപ്പൊ ഞാൻ ഇത്രയും ലോങ് സ്റ്റെപ്പ് നിങ്ങൾക്ക് പറയാൻ കാരണം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഫോളോ ചെയ്യും. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിന്റെ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇപ്പം ഫസ്റ്റ് നമ്മളിപ്പോ കവർ ചെയ്തത് റേഷ്യോസും പെർസെന്റേജും ആണ്. എപ്പോഴും കാമാത്തിന് ചോദിക്കുന്ന ഈ റേഷ്യോയുടെയും പെർസെന്റേജിന്റെ കോമ്പിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റ് പി കിട്ടി. ഇനി നിങ്ങൾ നിങ്ങളുടെ ചോയ്സിലേക്ക് പോയി നോക്ക്. പി 1500 ആണ് നിങ്ങളുടെ ചോയ്സിൽ അങ്ങനെ ഒരു ആൻസർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കാമാത്തിന്റെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പെർസെന്റേജ് റേഷ്യോ എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞു. അപ്പൊ ഞാനിത് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. പെർസെന്റേജ് റേഷ്യോയില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എനിക്കൊന്ന് പെർസെന്റേജിൽ അധികം ശ്രദ്ധിക്കാൻ മാറിയൊന്നുമില്ല. റേഷ്യോസ്, പെർസെന്റേജ് ഒരു സിമ്പിൾ കാര്യം, ഒരിക്കലും ഒരു കോംപ്ലക്സ് ആരിത്മെറ്റിക്കൽ കാൽക്കുലേഷനിൽ വരില്ല. സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ബൈ പെൻ ആൻഡ് പേപ്പറിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ നമ്പേഴ്സ് മാത്രമായിരിക്കും ഇവർ തരുള്ളൂ. അല്ലാതെ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ വലിയൊരു കാൽക്കുലേറ്റ് ചെയ്യുന്ന 0.00 അങ്ങനെ ഒരു നമ്പേഴ്സ് ഒന്നും ഒരിക്കലും ഇതിനകത്ത് വരില്ല. നിങ്ങൾ ബേസിക് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ചെറിയ നമ്പേഴ്സ് വരെ ചെയ്ത് പഠിക്കുക. 2 റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കുക. റേഷ്യോയിൽ തരുന്ന ക്വാണ്ടിറ്റീസ്, കാരണം റേഷ്യോ കമ്പാരിസൺ ഓഫ് സെയിം കൈൻഡ് ഓഫ് യൂണിറ്റ്സ് ആണ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായി ഗ്രാം, കിലോഗ്രാം ആണെങ്കിൽ ഈ എലിമെന്റ്സിന് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നമ്മൾ ഒരേ യൂണിറ്റിലേക്ക് മാറ്റാം. മിനിറ്റ്, ഹവർ, സെക്കൻഡ് ഒരേ യൂണിറ്റിലേക്ക് മാറ്റാം. ഗ്രാം, കിലോഗ്രാം, ടൺ ഇങ്ങനെ വരാണെങ്കിൽ അത് ഏതെങ്കിലും നമുക്ക് എളുപ്പമുള്ള നമ്പർ, കോംപ്ലക്സ് പോയിന്റ് നമ്പേഴ്സ് വരാൻ കോംപ്ലക്സ് നമ്പറിലേക്ക്, സിമ്പിൾ നമ്പേഴ്സിലേക്ക് നമ്മൾ യൂണിറ്റ്സിലേക്ക് മാറ്റാം. പിന്നെ അടുത്തൊരു കാര്യം, റേഷ്യോസിന്റെ ഓർഡർ
ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റേഷ്യോയിൽ കമ്പാരിസൺ ചോദിക്കാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് അതിലുള്ള പ്രോഫിറ്റ് ഡിസ്പേഴ്സൽ, അപ്പോൾ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ, ഇത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റേഷ്യോസിൽ വരിക. അപ്പോൾ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ KMAT എക്സാമിനേഷൻ. റേഷ്യോസും പെർസെന്റേജും ആണ് നമ്മൾ ഇപ്പോ കഴിഞ്ഞത്. ഇനി ഇതിന്റെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ നെക്സ്റ്റ് സെഷൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.